നമുക്ക് ഇതിൽ സാധനം കിട്ടിയിട്ടുണ്ട്. എന്താന്ന് കാണിച്ചാരാ? ഹലോ, നല്ല അടിപൊളി ഗ്രീൻ ഞണ്ട്. പച്ചയല്ലേ? പച്ച പച്ചക്കറി പറയാ കളവ് കാണുമ്പോ പറയല്ല പച്ചാന്ന് പറഞ്ഞിട്ട്. അതല്ലേ പച്ച, അത് ഫുള്ള് അങ്ങനെ പച്ച ഉണ്ടാവല്ലോ. ഇതാണ് പച്ച. വെയിറ്റ് നോക്ക് നീ. ഇത് മാർക്കറ്റില് കൊടുക്കുന്നുണ്ടാ? ഇത് മാർക്കറ്റില് കിലോന് 2800 രൂപയോളം ഉണ്ട് വില. ഇത് മഞ്ഞ ഞണ്ട്. ഇത് ഏകദേശം നമുക്കൊരു 250-350 ഗ്രാം ഉണ്ടാവും തോന്നുന്നു. പിന്നെ വാല്യൂ നിങ്ങൾ കൂട്ടി വെക്കും. ഇത് കറി വെക്കാൻ പോയതല്ലേ? അത് കഴുകി കുത്തിയാക്കട്ടെ. നല്ല സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക. ഇവിടെ ചെളിയൊക്കെ വൃത്തിയായിട്ട് വരണം. എന്നുവെച്ചാൽ പൊളിച്ചിട്ട് ഞണ്ട് കറി നിങ്ങൾക്ക് വയ്ക്കാൻ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അതിൻ്റെ വേസ്റ്റ് എന്തൊക്കെയാണ് കളയേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത് വൃത്തിയായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി നോക്കാം. നമ്മളെല്ലാം ഇവിടെ സെറ്റാക്കുന്നുണ്ട്. വെല്ലുള്ളിയും ഉണ്ട്, ചെറിയ ഉള്ളിയും ഉണ്ട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് വെച്ചിട്ടതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു 2 കറിവേപ്പിലയും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്തതിന് ശേഷം വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. റെഡ് കളർ നമ്മുടെ അത്ര മതി. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇതും കൂടി ഗരം മസാല ഇട്ടിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം തക്കാളി ഇട്ടിട്ട് നല്ല ഇടന്ന് വരട്ടുക. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ടിനെ അതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ട് ആ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. ചെറുനാരങ്ങ പിന്നെ വെച്ചേക്ക്. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ആ മസാല ഒന്നും കൂടെ മിക്സാക്കി ഒന്ന് മറിച്ചിട്ടിട്ട് സെറ്റാക്കി എടുക്കും. അതിനുശേഷം നല്ല ചൂടുവെള്ളം 1 കപ്പ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവാൻ വേണ്ടി വെച്ചേക്കും. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവട്ടെ. അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൂട്ടിയെടുത്ത് ഇളക്കി വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണം. നമ്മളിവിടെ തന്നെ പൊടിച്ചുണ്ടാക്കിയ കുരുമുളക് കുറച്ച് ഏത് നല്ലോണം വേണം. അപ്പോൾ കുറച്ച് കൂടുതലായിട്ടിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടാണ്. ഓക്കെ, നമ്മൾ ഞണ്ട് ഫ്രൈ സൂപ്പറായി വന്നിട്ടുണ്ട്. മോനെ റെഡ് കളറായിട്ടുണ്ട്. വാവ്, അടിപൊളിയാണ്.